അപ്പോസ്തലപ്രവൃത്തികൾ 12:5. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസിനെ തടവിലാക്കിയപ്പോൾ 4 ചേവകരുള്ള 4 കൂട്ടത്തെയാണ് കാവലിനേൽപ്പിച്ചത്. പത്രോസിനെ 2 ചങ്ങലയാൽ ബന്ധിച്ച് 2 പടയാളികളുടെ നടുവിലായിരുന്നു ആക്കിയിരുന്നത്. എന്നാൽ സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സർവശക്തനായ ദൈവത്തോട് ചങ്ങലകളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട്, സ്വാതന്ത്ര്യം നൽകുവാൻ കഴിയുന്നവനോട് അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പരിഭ്രാന്തരായില്ല. ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, ആത്മാർത്ഥതയോടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസിനെ തടവിലാക്കുവാൻ ഉത്തരവിട്ട രാജാവിനോടല്ല അവർ പ്രാർത്ഥിച്ചത്, മറിച്ച് ഉന്നതന്മാരുടെ മീതെ വാഴുന്ന അത്യുന്നതനോട്, രാജാക്കന്മാരുടെ മീതെ വാഴുന്ന രാജാതിരാജാവിനോടാണ് അവർ സഹായം അപേക്ഷിച്ചത്. പത്രോസ് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും സഭ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. സ്നേഹത്തോടെ, ഐക്യത്തോടെ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. ഒരു കൂട്ടം ജനത്തിൻ്റെ ഏകാഗ്രതയുള്ള പ്രാർത്ഥനയുടെ ഫലമായി പത്രോസിനെ അത്ഭുതകരമായി തടവറയിൽ നിന്ന് മോചിപ്പിച്ചു. അസാധ്യമായ സാഹചര്യങ്ങളെ മാറ്റുവാൻ, വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ കൂട്ടായുള്ള പ്രാർത്ഥന സഹായിക്കുന്നു. പ്രതീക്ഷ തീർന്നു എന്നയിടത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് നാം വായിച്ചതാണ് വചനത്തിൽ. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തിൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എത്രമാത്രം അനുഗ്രഹത്തെ കൊണ്ടുവരും. മത്തായി 18:19 ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നിന്നുകൊണ്ട് നാം ഒരു കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ മരണവിധി തന്നെ മാറിപ്പോകുവാൻ ഇടയാകുന്നു. റോമർ 15:30 എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വിടുതലിനായി സഭയുടെ മധ്യസ്ഥ പ്രാർത്ഥന തേടുന്നത് ഇവിടെ കാണാം. നമുക്ക് ഏകാന്തമായി പ്രാർത്ഥിച്ച് നേടേണ്ടിയതും ദൈവസഭയായി പ്രാർത്ഥിച്ച് നേടേണ്ടിയതുമായ കാര്യങ്ങളുണ്ട്. 1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, ദേശങ്ങളുടെയൊക്കെ വിടുതലിനായി ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, ചങ്ങലയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക്, അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്കൊക്കെ എത്തുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഒന്നിച്ച് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് വിടുതൽ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.